റേഡിയോ ഒന്ന് ഓഫ് ചെയ്ത് വെക്കോ. മനുഷ്യന് കുറച്ച് സമാധാനം തോ. മ്യൂസിക് ഇഷ്ടമല്ല അല്ലേ? എവിടെ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കണമായിരുന്നു. ഇനിയിപ്പോ തന്റെ ഇറക്കിനിടയ്ക്കൊന്നും വേണ്ട. ഞാനേ ഇപ്പൊ വരാം. ഒരു ചെറിയൊരു കാര്യമുണ്ട്. എടോ താൻ എന്നെ വീണ്ടും പോസ്റ്റ് ആക്കോ? ഇല്ല, വേഗം വരാം. AC ഓൺ ആണോ? യെസ്. അതെ അതെ, ഇത് ആരോട് പാർക്ക് ചെയ്ത്? ആരോട് പാർക്ക് ചെയ്തെന്ന്? ഡ്രൈവറാ? അയാൾ എന്ത്? അയാള് ബാങ്കിൽ പോയി. അയാളുടെ ഫോൺ നമ്പർ തന്നെ? എനിക്ക് അയാളുടെ ഫോൺ നമ്പർ ഒന്നും അറിയില്ല. അയാളുടെ പേരെന്താണ്? എടോ പേരൊന്നും എനിക്ക് അറിയത്തില്ല. വണ്ടി എടുത്ത് മാറ്റോ? എടോ മാറ്റാന്ന് പ്ലീസ് മാഡം, അത് ബാങ്കിന്റെ വണ്ടിയാണ്. ഒന്ന് മാറ്റിട്ട് വരും പ്ലീസ്. ഞാനോ? ആ, എനിക്ക് ഈ വണ്ടി മാറ്റിയിടാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാനിപ്പോ ഈ വണ്ടി എടുത്ത് പോയനെ. താൻ കയറി ഇരുന്ന് മാറ്റിക്കോ. എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല. ഡ്രൈവിംഗ് അറിയാതെയാണോ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നത്? അതിന് ഡ്രൈവിംഗ് അറിയണോ സെക്യൂരിറ്റി ആകാൻ? താൻ പോയി വിളിക്കുക അയാളെ ബാങ്കിനകത്തോട്ട്. മാറ്റാ. ഹലോ, KL 07BQ 1396. KL 07 സാർ, മറ്റേ KL 07BQ 1396. സാറേ, സാറിൻ്റെ ആണോ ഒരു ഹോണ്ട സിറ്റി വണ്ടിയോട് പാർക്ക് ചെയ്തത്? അല്ലല്ലേ? ഓ, ഹലോ, KL 07 1396. എന്ത് പരിപാടിയാണോ സാറേ, വണ്ടി പറഞ്ഞ ഫ്രണ്ടിൽ പാർക്ക് ചെയ്തിട്ട് അവൻ അവിടെ എന്തെടുക്കുമായിരുന്നു? ഞാനവിടെ പോയി ശരിയാക്കടോ അത്. ബാങ്കിലോട്ട് വന്നവനല്ലേ? എടോ പെട്ടെന്ന് മാറ്റിയിടോ, അടുത്ത ബാങ്കിൽ പോകാനുള്ള സമയമില്ല. ആളില്ല. ഞാൻ ആരെങ്കിലും വിളിച്ച് മാറ്റി വിളിക്കാൻ. ഞങ്ങൾക്ക് അടുത്ത ബാങ്കിൽ പോകാനുള്ളതാണ്. മനസ്സിലായി. ഇവന്മാരെന്ത് കഷ്ടമാണ് കാണിക്കണത്. വല്ല മര്യാദ ഉണ്ട് ഇവന്മാർക്ക്. വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട് സാറേ. ഒന്നും പറയണ്ട സാറേ, ഇവിടെ ഇത്ര സ്ഥലമുണ്ട്, അവിടെ ഒന്നും പറ്റില്ല. അവൻ ഇവിടെ തന്നെ പാർക്ക് ചെയ്ത് പോകണം. എടോ, ഞാൻ അകത്തൊക്കെ നോക്കി, അവിടെ എങ്ങും ഇല്ല അയാള്. എന്ത് കഷ്ടമാണ് നോക്കിയേ. ഒരു മര്യാദ സാറേ ആർക്കും. ഓക്കെ സാർ. ഞാനെന്ത് ചെയ്യാനാണ്? തന്റെ പേരെന്താ? ഏതാ തന്റെ പേരെന്താന്ന്? പ്രിയദർശൻ. തന്റെ ഫോൺ നമ്പർ കൂടെ പറഞ്ഞേക്ക്. അതെന്തിനാ? എന്നെ ഇനി ഇതുപോലെ വണ്ടിയിലിട്ടിട്ട് പോയ ആരെങ്കിലും വന്ന് പേര് ചോദിച്ചാലേ എനിക്കൊന്ന് പറയണ്ടേ? ഹോമിയോ ഡോക്ടറാണോ? അതെ. മാഡത്തിന്റെ പേരെന്താ? പ്രിസ്കില്ല. എന്താ? പ്രിസ്കില്ല തങ്കം. പ്രിസ്കില്ല തങ്കം. നല്ല പേര്, നല്ല പേര്. രാജേട്ടാ, ഒന്ന് ലെഫ്റ്റ്. അതെ, കൈ കെട്ട്. പ്രിയേട്ടാ, സൂപ്പർ. ഞങ്ങളിവിടെ എത്തി. കുറച്ചും കൂടെ നമുക്ക് സെറ്റ് തന്നെ ഉണ്ട്. നിങ്ങൾ വരാതെ മീറ്റിംഗ് നടക്കത്തില്ല, അറിയാലോ. ലേറ്റ് ആവരുതേ പ്ലീസ്. എന്തായി? പുള്ളി സമയത്തിനെത്തിക്കൊള്ളാന്ന് പറഞ്ഞു. ആണല്ലേ? എവിടെ കിട്ടിയാ? കിട്ടി. ഇതാ നമ്പർ കിട്ടിയില്ലേ? നമ്പർ കിട്ടി, തല കിട്ടില്ല. നമ്പർ കിട്ടണം. അപ്പോ രാട്ടൊന്ന് ഇരിക്കേണ്ടി ആയിരിക്കാം. രാജേട്ടാ, വിളിക്കിരിക്കണ പോലെ ഇരിക്കാത്തൊന്ന് സ്റ്റൈലായിട്ട് ഇരിക്കാവോ? സ്റ്റൈലായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ, ഇല്ലുക്കുള്ളി ഇരിക്കാൻ പറ്റില്ല. ഓക്കെ. എവിടെ? ഈ പടത്തിന്റെ ക്യാമറ തനിക്ക് ചെയ്തൂടെ? ചെയ്യാൻ പറ്റില്ലേ? എത്തി, ഹോസ്പിറ്റലിന്റെ എൻട്രൻസിലേക്ക് എത്തി. ആ, 1:30 വരില്ലെന്ന് വിചാരിച്ചേ. ഓപ്പറേഷന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. സോറി, ഫണ്ട് അറേഞ്ച് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി. ഓ ഓക്കെ. ഞാനാണെന്ന് പറയണ്ട കേട്ടോ. നോ, ഇറ്റ്സ് ജസ്റ്റ് എ നോർമൽ ഫണ്ടാന്ന് പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു. കൊച്ചിനെങ്ങനെയുണ്ട്? ഹീസ് ഫൈൻ, വി വിൽ ടേക്ക് കെയർ. ഓക്കെ. എന്റെ പൊന്നു സാറേ, എന്തോ പറ്റിയെന്ന് അറിയത്തില്ല. ഇവിടെ സമരം കാണാൻ വന്നതല്ല, കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ മോളിൽ കയറി നിൽക്കുന്നു. അറിഞ്ഞൂടാ.
ഉണ്ടല്ലോ. ആ, ശരിയാ സാറേ. ഒരു വണ്ടി നമ്പർ ഞാൻ പറഞ്ഞുതരാം. എത്രയും പെട്ടെന്ന് അതിന് ഓർഡർ പ്രിയദർശൻ അവൻ എത്രയും പെട്ടെന്ന് പൊക്കളെ അവിടെ എത്തിക്കണം. ഞാൻ ഒറ്റയ്ക്ക് വിളിക്കില്ല എന്റെ ഒറ്റ കൺട്രോൾ CPO 514 കോളിംഗ് KL7BQ1396. ഈ വണ്ടി ഓടിക്കുന്നതാണ് എത്രയും പെട്ടെന്ന് ട്രേസ് ചെയ്ത് നഗരസഭ കാര്യങ്ങൾക്ക് എത്തിക്കുക. അർജന്റാണ് ഓൾ. അമ്മേ എടാ നീ വരുമ്പോണ്ടല്ലോ ഞങ്ങൾക്കൊരു സോപ്പും കൂടി വാങ്ങിട്ട് വരണം കേട്ടോ. അമ്മേ അതൊക്കെ ഇവിടെ ഉണ്ട് അമ്മേ. അച്ഛന് മുടി കൊഴിച്ചിലൊക്കെ ഉള്ളതാടാ, അതുകൊണ്ട് ആയുർവേദ കഷായ സോപ്പ് തന്നെ വേണം. അമ്മേ നാളെ മതിയോ? ഇന്ന് വേണോ? ഇന്ന് തന്നെ വേണം. അപ്പൊ ശരി. അമ്മേ പുതിയ ഏതെങ്കിലും പരിപാടി കൂടെ ഏറ്റുപിടിച്ചോ? ഇത് കൊള്ളാല്ലേ? അമ്മക്ക് കഷായ സോപ്പ് വേണം ഇന്ന് തന്നെ. 1 മണിക്ക് എയർപോർട്ടിൽ എത്താന്ന് പറഞ്ഞതാ, സമയം ഇതാ നോക്ക് 2 മണിയായി. എയർപോർട്ടിൽ എത്തുന്ന ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ. ഞാനാണ് ഇതിനകത്ത് വന്ന് പെട്ടും പോയി. 1 മണിക്കൂറൊക്കെ നമുക്ക് പിടിച്ചിരുത്തന്നേ. പിടിച്ചെടുത്തേ? സമയം പിടിച്ചെടുത്തുന്ന ആൾ ആദ്യമായിട്ടാ കാണുന്നത്. ഇനി വേറെ പരിപാടിയൊന്നുമില്ല, നേരെ എയർപോർട്ടിലേക്കാണ്. അല്ല എയർപോർട്ടിൽ എന്താ കാര്യം? എനിക്ക് എറണാകുളത്ത് ഒരു ആന്റിക് ഷോറൂം ഉണ്ട്. അതിനകത്ത് കുറെ ഐറ്റംസിൽ എന്തോ കസ്റ്റംസ് ക്ലിയറൻസ് പ്രോബ്ലം, അത് ശരിയാക്കാൻ വേണ്ടി പോകുന്നത്. നോക്കിയെടുത്താനുള്ള പാടെ എനിക്കല്ലേ അറിയൂ. അമ്മയായിട്ട് ഓരോന്ന് തുടങ്ങി വെച്ചതാ, ഇപ്പം എല്ലാം എൻ്റെ തലയിലായി. എനിക്കാണെങ്കിൽ ഇതൊന്നും നോക്കാനുള്ള സമയമില്ല. വിശ്വസിച്ച ഒരാളെ ഏൽപ്പിക്കാന്ന് വെച്ചാൽ അങ്ങനെ ഒരാളെ കിട്ടാനും ഇല്ല. ഉത്തരവാദിത്തത്തോടുകൂടി ഷോപ്പ് നോക്കി നടത്താൻ പറ്റുന്ന ആരെങ്കിലും ഒന്ന് സജസ്റ്റ് ചെയ്യാമോ? എന്താ? അല്ല, നല്ല സാലറി കൊടുക്കാം. വിശ്വാസമില്ലാത്ത ഒരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളാ. ഞാനിപ്പോ തോളിലും തലയിലായിട്ട് കൊണ്ടു നടക്കുന്നതന്നെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നല്ല പാടുകൂടിയാണ്. അപ്പൊ അതിന്റെ കൂടെ ഇതും കൂടി വേണം. ഇവിടെ 5 മിനിറ്റിനുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ കിട്ടും. ഞാൻ വെയിറ്റ് ചെയ്യാം. അല്ല മാം, ഒന്ന് ചിരിക്കുവോ? എടാ ഒന്ന് റൈറ്റിലേക്ക് മാറ്റി. അമ്മയ്ക്കുള്ള ആയുർവേദ കഷായ സോപ്പ് മേടിക്കാൻ ആയുർവേദ കട അന്വേഷിച്ച് നടക്കുമായിരുന്നു. ഫോട്ടോ കിട്ടിയോ? ഇതാണോ ഫോട്ടോ? അയ്യോ, ഇത് കാക്കനാട് പോലീസ് സ്റ്റേഷനിൽ നിന്നാണോ? നിങ്ങൾ ഡ്രോപ്പ് ചെയ്തോന്ന് അറിയാൻ വേണ്ടി വിളിക്കും. ഇനിയിപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക്. ആ ഫോട്ടോയിലൊന്ന് ചിരിക്കാമായിരുന്നു. എനിക്ക് ഇമോഷണൽ ഇംബാലൻസ് ഉണ്ട്, മൂഡ് സ്വിങ്സ്, പിന്നെ ഡിപ്രഷനും. സമയത്തിന് മരുന്ന് കഴിച്ചില്ലെങ്കിൽ ദേഷ്യവും സങ്കടമൊക്കെ വരും. മനസ്സ് പിടിച്ചാൽ പിടികിട്ടില്ല. ഇതിനും എന്തെങ്കിലും മരുന്നുണ്ടാവോ ഡോക്ടറിന്റെ അടുത്ത്? നമ്മുടെ അടുത്ത് മരുന്നുണ്ട്, പക്ഷെ ഇതുപോലെ കൂടിയ ഡോസ് അല്ല, സ്വീറ്റ് ആയിരിക്കും. അത് തരാം. ഇത്രയും മരുന്നൊക്കെ കഴിക്കാൻ എന്താ സംഭവിച്ചത്?
എനിക്ക് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും ഞങ്ങൾ ലൈഫിൽ നല്ല ഹാപ്പി ആയിരുന്നു. ആൻറ്റീക് ഷോപ്പൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് അമ്മയായിരുന്നു. ലൈഫ് എങ്ങനെ എൻജോയ് ചെയ്യണമെന്നും ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്നും അമ്മ എപ്പോഴും എന്നെ പഠിപ്പിച്ചിരുന്നു. ഞാൻ പൊതുവെ ഒരു ഇൻട്രോവേർട്ടാണ്. എന്നെ ആ ഷെല്ലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത് അമ്മയാണ്. കോഴ്സ് കഴിഞ്ഞ് റിസൾട്ട് വരുന്നവരെയുള്ള അമ്മയോടൊപ്പമുള്ള സമയം എൻ്റെ ലൈഫിലെ ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ്സ് ആയിരുന്നു. പക്ഷേ ആ സന്തോഷം അധികകാലം നീണ്ടു നിന്നില്ല. അമ്മ അസുഖക്കാരിയായി. പിന്നെ കാലങ്ങളോളം ഹോസ്പിറ്റലും വീടും മാറി മാറി എൻ്റെ ജീവിതവും അതുതന്നെയായി മാറി. അമ്മ തിരിച്ചു വരില്ല എന്നുള്ള ഡോക്ടേഴ്സിൻ്റെ പ്രഡിക്ഷൻസിൽ എനിക്ക് വിശ്വാസമില്ലായിരുന്നു. അമ്മ തിരിച്ചു വരുമെന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു. വേറൊന്നും എനിക്ക് ആഗ്രഹിക്കാനും ഇല്ലായിരുന്നു. പക്ഷേ ഈ നശിച്ച ലോകത്തുനിന്ന് പോണെന്ന് അമ്മ തന്നെ എന്നോട് പറയുന്നത് എനിക്ക് തോന്നിയ നിമിഷം ഞാൻ ആ കൺസെന്റ് സൈൻ ചെയ്തു. അമ്മയെ മരണത്തിന് വിട്ടുകൊടുത്തു. ചെയ്തത് തെറ്റായിപ്പോയോ എന്നോർത്ത് ഞാൻ കുറേ കാലം വിഷമിച്ചു. എന്നോട് തന്നെ തർക്കിച്ചു. പിന്നെ എപ്പോഴോ മനസ്സും കൈവിട്ടു. ഹലോ എടീ, ഞാൻ ലൊക്കേഷനിലെത്തി. മമ്മൂക്കയുടെ വണ്ടിയുടെ കൂടെ ഉള്ള ഫോട്ടോ എടുത്തു. അല്ലല്ല, ഞാൻ എപ്പോൾ ഇത് കഴിഞ്ഞിട്ട് മമ്മൂക്കായിട്ട് സംസാരിക്കും. അപ്പം ഞാൻ വീഡിയോ കോൾ വരാം. നീ അടുത്ത വീട്ടുകാരൻ സമാജത്തിലെ എല്ലാവരെയും വിളിച്ചോ, അവിടെ നിർത്തിക്കോ. പണിക്കാരെ വിളിക്കണ്ട. അവർ വന്ന് പണി മുടങ്ങിക്കുന്ന കാശ് അത്ര തട്ടണം നമുക്ക്. ആ എൽസിനെയൊക്കെ വിളിച്ചോട്ടാ, അവർ കാണട്ടെ. ആ ശരി, ഞാൻ വിളിക്കാം. ഹലോ, നമുക്ക് മമ്മൂക്കനൊക്കെ കണ്ടല്ല. പ്രിയം വരണ്ടേ? പ്രിയമന്നെ എന്തിനാ? അല്ല, കഥ പറയാൻ. തനിക്കഥ പറഞ്ഞൂടെ? പറയാം, പക്ഷേ അല്ല, പ്രിയേട്ടനാണല്ലോ എഴുതിയേക്കുന്നത്. അതിന്? അപ്പൊ പുള്ളി തന്നെ കഥ പറയുന്നതായിരിക്കില്ല നല്ലത്. നിങ്ങൾക്കറിയാം കഥ അറിഞ്ഞൂടെ? പണം വേങ്ങി കഥ അവനൊന്ന് വിളിക്ക്. ജോമോൻ, പ്രിയേട്ടാ എവിടെത്തി? ഞാൻ ഓൺ ദി വേ ആണ്. ഇനി ഇങ്ങോട്ടേക്ക് എത്താൻ എത്ര നേരം എടുക്കുമായിരിക്കും? പോലീസ്, ഒരു മിനിറ്റ്. പ്രിയേട്ടാ, ഹലോ. ഇപ്പൊ ലൈസൻസ് പോയനെ. ഡ്രൈവ് ചെയ്യുമ്പോൾ മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ലെന്ന് അറിയില്ലേ? പ്രത്യേകിച്ച് എൻ്റെ വണ്ടിയിൽ. എന്റെ വണ്ടിയോ? ഇപ്പൊ അങ്ങനെയൊക്കെ ആയോ? ജോമനാണ്, ആ കോളൊന്ന് എടുക്കാവോ? ലൗഡ് സ്പീക്കർ. ഹലോ പ്രിയേട്ടാ എവിടെത്തി? ജോമനെ, ഞാൻ ഓൺ ദി വേ ആണ്. ഞാൻ എന്തായാലും എത്തും. നമുക്ക് 4:30 വരെയില്ല അവിടെ. പ്രിയേട്ടനെത്താനുള്ള ഡിലേ മാത്രമേ ഉള്ളൂ കേട്ടോ, വൈകരുത്. എത്തും, എന്തായാലും എത്തും. ഓക്കെ. പുള്ളി ഓൺ ദി വേണം. നിങ്ങളെന്തിനാ മിസ്റ്റർ മമ്മൂട്ടിയെ കാണുന്നത്? എന്താ ഇത്ര ചിരിക്കാൻ? അല്ല, ആദ്യമായിട്ട് ഒരാള് മമ്മൂക്കയെ മിസ്റ്റർ മമ്മൂട്ടി എന്ന് വിളിച്ച് കേൾക്കുന്നത്. ഇതിനു മുമ്പ് നമ്പർ 20 മദ്രാസ് മെയിലിൽ സോമേട്ടൻ വിളിച്ചിട്ടുണ്ട്. ഒരു കഥ മമ്മൂക്കയ്ക്ക് ഇഷ്ടമായെന്നാണ് ഡയറക്ടർ പറഞ്ഞത്. അതുമായിട്ട് ഇന്ന് വൈകിട്ട് മമ്മൂക്കയെ പോയി കണ്ടു കഴിഞ്ഞാൽ പ്രൊജക്ട് അനൗൺസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഈ ജോലി സ്ക്രിപ്റ്റിങ്ങും കൂടെ ഒരുമിച്ച് എങ്ങനെയാ? കഥയ്ക്ക് വേണ്ട സംഗതികളൊക്കെ ഇങ്ങനെയുള്ള ഓട്ടങ്ങളിലാണ് തലയിൽ വരാറ്. ഈ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തിരുന്ന് കഥ എഴുതാണെന്ന് എനിക്കറിയില്ല.
വിട്ടേക്ക്. ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം. അല്ല ഞാൻ അങ്ങോട്ടേക്കാം. ഇല്ല, എന്നെ ഇവിടെ വിട്ടേക്ക്. ആ ഷോ. ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം. അല്ല എയർപോർട്ടിൽ എന്തോ കസ്റ്റംസ് ക്ലിയറൻസ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? സാറില്ല, എനിക്കിവിടെ ഇറങ്ങണം. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ സോൾവ് ചെയ്യാട്ടോ. ഡോക്ടർക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നമാണെങ്കിലോ? ഞാൻ വെയിറ്റ് ചെയ്യാം, പോയിട്ട് പെട്ടെന്ന്. ഓക്കെ, യു പ്ലീസ് ലീവ്. അയ്യോ, ഇപ്പൊ നാട്ടുകാരൊക്കെ വീട്ടിലെത്തിക്കാണും. ഡോ ഇങ്ങ് വന്നേ, വൈഫാണ് വിളിക്കണത്. നമുക്ക് മമ്മൂക്കനെ കയറി കണ്ടാലോ? മമ്മൂക്ക ഒരു സീൻ അഭിനയിച്ചോണ്ടിരിക്കുകയാണ്. ആ സീൻ കഴിഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്ക ഫ്രീ ആവും. ഇല്ലെങ്കിൽ പ്രിയനും വരും. ഇല്ല, അതിലും വലിയ സീനാവും. അതറിയാമോ എനിക്ക്? ഞാൻ പിന്നെയും വിളിക്കണത്. ഇതിപ്പോ എന്താ ചെയ്യണം, എന്താ പറയാ? ഓഫാക്കിയ അല്ല ഓണാക്കി. ഓണാക്കിയ? ഹലോ, മമ്മൂക്കയാണ് സംസാരിക്കണത്. അല്ലല്ല, മമ്മൂക്കയായിട്ട് ഞാൻ ഇപ്പൊ സംസാരിക്കും. അപ്പൊ ഞാൻ വീഡിയോ കോൾ വരാം കേട്ടോ. ആ, ആര് പറഞ്ഞു കൊടുത്ത എന്നോട് ഓൺ ചെയ്യാനായിട്ട്? ഒന്ന് വിളിക്കടോ അവനെ. വിളിക്കുന്നുണ്ട്. ആര്? അവിടെ ആര്? ഡയറക്ടർ. ഇന്നെ കാറട കൺട്രോൾ ആക്കി. ഇതൊരു കൺട്രോൾ ഇല്ലാത്തവന്. വരൂ. ലേറ്റായപ്പോ വരില്ലാന്ന് വിചാരിച്ചു. അല്ല, നിങ്ങൾക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. ആക്സിഡന്റിൽ കുട്ടിക്ക് കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ലെന്നാണല്ലോ പറഞ്ഞത്. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കുറെ കാശൊന്ന് സഹായിച്ചു. പിന്നെ എന്തിനാ നിങ്ങളെ വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടിക്കുന്നത്? തിരക്കൂട്ടാതെ. കുട്ടിയുടെ അമ്മാവനായതുകൊണ്ട് എനിക്കും ചിലതൊക്കെ പറയാനുണ്ടാവും. ഇരിക്കേ. ഇരിക്കുന്നേ. തൻ്റെ അമ്മയെ മരിക്കാൻ വിട്ടത് പിശുക്ക് കാരണമാണെന്ന് കേട്ടത് പരദൂഷണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ തറവാട് സ്വത്തിൽ മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് ആർക്കും കൊടുക്കാതെ കൈവച്ചുകൊണ്ടിരിക്കുന്നത് മോശം തന്നെ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? കൊച്ചിന് കുഴപ്പമൊന്നുമില്ലെന്ന് ആദ്യം വിചാരിച്ചത്. വിശദമായിട്ട് നോക്കിയപ്പോഴാണ് പല പ്രശ്നങ്ങൾ കണ്ടത്. കുറഞ്ഞ ചെലവിലൊന്നും തീരുന്ന പ്രശ്നമല്ല. എൻ്റെ അളിയനും പങ്ങളും പാവങ്ങളായതുകൊണ്ട് അവരധികം ഡിമാൻഡ് ചെയ്യില്ല. പക്ഷേ അമ്മാവനായ എനിക്ക് ഇടപെടാതിരിക്കാനും പറ്റില്ലല്ലോ. നിങ്ങൾ പറയുന്നത് ശരിയാണെന്നൊന്നും എനിക്ക് അത്ര വിശ്വാസമൊന്നുമില്ല. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. നിങ്ങൾ അന്വേഷിക്കാൻ ചെന്നാലേ നാണം കെട്ട് തിരിച്ചു വരേണ്ട സ്ഥിതിയാവും. ഞാൻ ചോദിച്ച കാശ് നിങ്ങൾക്ക് അത്ര വലിയ പ്രശ്നമുള്ള കാര്യമല്ലല്ലോ. നിങ്ങൾ പറയുന്ന ഇത്ര വലിയ തുകയൊന്നും തരാൻ എൻ്റെ അടുത്ത് ഇല്ല. എന്നെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കരുത്, ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. ഡ്യൂട്ടിയിൽ പല സ്ഥലത്തും എനിക്ക് പോകേണ്ടി വരുമെന്നേ. നീ ഇങ്ങനെ ആവശ്യമില്ലാതെ സംശയിക്കാതെ. പെണ്ണിന്റെ ശബ്ദം ഇവിടെ പെണ്ണിന്റെ അതൊന്നുമില്ല. നിനക്കും അത് വട്ടായതുകൊണ്ട് തോന്നുക. എടി, നീ ഒന്ന് സമാധാനപ്പെട്.
ഇത് ഒന്ന് സമാധാനപ്പെടാൻ. ആ ഞാനല്ലേ പറയുന്നത്. ഒന്നുമില്ലെന്നേ, ഒന്നുമില്ല. ചക്കരയല്ലേ നീ? ഞാൻ ഈ ജോലി തീർത്ത് ഉടനെ വരും കേട്ടോ. ഉമ്മ. സത്യം പറഞ്ഞാൽ CCTV വിഷ്വൽസ് ഒക്കെ ഞാൻ കണ്ടതാ. എൻ്റെ പെങ്ങടെ കുട്ടി നിങ്ങളുടെ വണ്ടിക്ക് വട്ടം ചാടിയാന്നും അറിയാം. കുറേ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ തിരിച്ചും മനസ്സിലാക്കി ഇങ്ങോട്ടൊരു അഡ്ജസ്റ്റ്മെന്റ് തരണം. What do you mean? നിങ്ങൾ വിചാരിക്കുന്നവരെ ഞാൻ കുഴപ്പക്കാരൊന്നുമല്ല. അതെ, പിന്നെ ഒരു അംബീഷനാണ് എൻ്റെ. മാറ്. എൻ്റെ ഒരു ആഗ്രഹം. മാറാൻ. മാറിപ്പോടോ. അതെ എൻ്റെ ഫോൺ. ഞാൻ ഡോക്ടർ പ്രിയദർശൻ. ഡോക്ടറോ? ഞാനിവരുടെ ഡോക്ടറാണ്. ആ എൻ്റെ ഫോണൊന്ന് തരാമോ? ഇവരെ ഡിപ്രഷൻ മൂലം ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഞാനാണ്. അപ്പോൾ ട്രീറ്റ് ചെയ്തിപ്പോൾ ഇവർക്ക് എന്നോട് പറയാമോ? ഇന്നലെ വീട്ടിലേക്കും വന്നു. ഭാര്യ പിണങ്ങിപ്പോയി. ആ ഫോണൊന്ന് തരാമോ പ്ലീസ്? നോക്കൂ, വോയിസ് റെക്കോർഡറാണ്. നമ്മൾ ചെയ്യുന്നതെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യലാണ് ഇവരുടെ മെയിൻ ഇത്. എന്നിട്ട് വീട്ടിലേക്ക് അയക്കും. സ്ലോ പോയിസൺസ് ആണ് ഇതെല്ലാം സൂയിസൈഡ് ചെയ്യാനുള്ള പരിപാടി. സൂയിസൈഡോ? ഇന്ന് എൻ്റെ ഭാര്യ എനിക്കൊരു മെസ്സേജ് അയച്ചാ, എന്നിട്ട് പിണങ്ങിപ്പോയി. ഇനി ഒരു വരില്ലെന്നാ പറയുന്നത്. ഇറ്റ്സ് ഓക്കെ, യു ഗൈസ് എൻജോയ്. ഇല്ലില്ല, ഞങ്ങൾ എൻജോയ് ചെയ്യുന്നൊന്നുമില്ല. നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിക്കുക. ഡോക്ടർ ഇവരെ വിളിച്ചോളൂ, പോയിക്കേ. അല്ല, ഞാൻ എൻ്റെ ഫോൺ എടുക്കാൻ വന്നാ. നിങ്ങളുടെ ഫാമിലി ഞങ്ങൾക്ക് ഫാമിലി പ്രശ്നമൊക്കെ ഉണ്ട്. എന്റെ ഭാര്യ അറിഞ്ഞ പ്രശ്നമാണ്. ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോ. പെണ്ണേ, ഒരു മിനിറ്റ്. നമ്മൾ തമ്മിൽ ഒരു ഇടപാടുമില്ല. എനിക്കൊരു പൈസയും വേണ്ട, എനിക്കൊരു കോമ്പൻസേഷൻ വേണ്ട. നീ ഒന്ന് പോയി തന്നാ മതി. എന്റെ പൊന്നനിയാ, ഞാനൊരു കാര്യം പറയട്ടെ. ദയവ് ചെയ്ത് എനിക്കൊരു അബദ്ധം പറ്റി പോയതാ. ആ ക്ലബിലെ ജോസ് എന്ന് പറഞ്ഞ് വൃത്തികെട്ടവൻ, അവൻ പറഞ്ഞിട്ട് ഞാൻ ഈ കുരിശിനെ ഏറ്റെടുത്ത് പോയതാ. അതുകൊണ്ട് ക്ഷമിക്കുക, ഞാൻ ഇനി ഇതിനകത്തില്ല. ഞാൻ പെട്ടുപോയതാ. ദയവ് ചെയ്തൊന്ന് ഇറങ്ങിത്താ പ്ലീസ്. പ്ലീസ് അതൊന്നും എടുക്കണ്ട, ഞാൻ എടുത്തോളാം. വേഗം സ്ഥലം വിട്ടാൽ മതി. വേഗം സ്ഥലം വിട്ട. പോയി ഒറ്റ കേസ്. ഓ കർത്താവേ.